നമസ്കാരം. എൻ്റെ പേര് ആൻ. ഞാൻ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ പറയാനില്ല, ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടിലെ സകല ജോലിയൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴത്തേനും സാധാരണ വീട്ടമ്മമാർക്ക് കിട്ടുന്ന ഒരു സ്പേസ് ആണ് രാത്രി കുറച്ച് നേരം സീരിയൽ കാണുക എന്നുള്ളത്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോ. നിങ്ങളുടെ ഷോയ്ക്കൊന്നും കുഴപ്പമില്ല, ഷോ ഒക്കെ കാണാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ വന്ന് ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടിയാകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് കാണാൻ ഭയങ്കര ആഗ്രഹവും താല്പര്യവും കാണും. അങ്ങനെ ഞങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു ഷോയാണ് ബിഗ് ബോസ്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ദിവസം വളരെ കോരിത്തരിച്ച് ദൈവം അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് സീസണിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി, പിന്നെ ഇടയ്ക്ക് കണ്ടു. കാരണം നമുക്ക് ആ സമയത്ത് വേറെ പരിപാടിയൊന്നും ഇല്ലാതെ കാണേണ്ടി വരുന്നതുകൊണ്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ കണ്ടത് ഈ സീസൺ 7 എന്ന് പറയുന്നത് ഫുള്ള് മണ്ടന്മാരാണ്. കാരണം ബിഗ് ബോസ് തലകുത്തി നിന്ന് ശ്രമിച്ചിട്ട് പോലും ഒറ്റ ഒരാളെയും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോയുടെ യഥാർത്ഥ ഒരു വിന്നർ സ്പേസിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കമ്പാരിറ്റീവ്ലി അക്ബറും അനീഷേട്ടനും മാത്രമാണ് അതിനകത്ത് കുറച്ച് ബെറ്റർ ഷോയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മണ്ടന്മാരാണ്, നമുക്ക് ആ ഷോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ പൊതുവെ സമൂഹത്തിലും അത് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല വരുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചുവെങ്കിലും മനസ്സൊട്ടും സമ്മതിക്കുന്നില്ല, പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിപ്പോയി. കാരണം എന്റെ വികാരപരമായ കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടനെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു, നെവിനെ കാര്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ആ സമയത്ത് തന്നെ അനുവും നെവിനും തമ്മിലുള്ള പ്രശ്നം എടുത്തിട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് പ്രകാരമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നമുക്ക് മുൻപിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പറയുന്നത്. അതല്ലാതെ എനിക്ക് ലാലേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ലാലേട്ടൻ ആ ചെറിയ വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചല്ലോ എന്താണ് സംഭവിച്ചത്. അപ്പം ലാലേട്ടനൊന്ന് ചിന്തിച്ചുകൂടെ അതിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതും അങ്ങനെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിനുള്ള കാരണം ആരാന്ന്? അനുവാണെന്ന് ആർക്കും മനസ്സിലാവാത്തത്. അനുവാണ് ആ വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു, അപ്പോഴത്തേനും ഒന്നുകിൽ അവർക്ക് ആ പാത്രം തട്ടിക്കളയുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ചെയ്യാം. അവളോ ചാടി എണീറ്റ് നെവിനെ ആക്രമിച്ചു. അതിനുശേഷം 2 വട്ടം കുപ്പിയിലെ വെള്ളം എടുത്ത് ഒഴിച്ച് അപ്പോഴാണ് നെവിൻ പ്രകോപിതനായിട്ട് വെള്ളം കൊണ്ടുവന്ന് ബെഡിൽ ഒഴിക്കുന്നത്. അപ്പൊ അവിടെ ഭാഗത്ത് തെറ്റെന്ന് പറയുന്നത് അനുവിന്റെ ഭാഗത്താണ്. അതുപോലെ എനിക്ക് ലാലേട്ടനോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഈ അനുവിനെ അനുമോളെ എന്ന് വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ നാട്ടിലുള്ള ആരോട് ഇതെന്ന് ചോദിക്കുമ്പോഴും അനുമോളെ അല്ല ഇഷ്ടം, അനുമോളെന്ന് പറയണ്ട. അവർ 30+ ഉള്ള സ്ത്രീയാണ്. അപ്പൊ അവര് സ്ത്രീയായിട്ട് തന്നെ കണക്കാക്കണം. അവർ കൊച്ചുകുട്ടിയല്ല, അവർ നല്ല മെച്യൂർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവര് കല്യാണം കഴിക്കാത്ത ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ അവർ കൊച്ചുകുട്ടിയായിട്ട് നമുക്ക് അവർ അംഗീകരിക്കാൻ പറ്റില്ല. അവർ മുതിർന്ന ഒരു സ്ത്രീയാണ്. അതിനെ 100% ശരി നമുക്ക് അംഗീകരിക്കാം, അവർ കൊച്ചുകുട്ടികളാണ്. പക്ഷേ അനുവിനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ സീസൺ 7 സ്റ്റാർട്ട് ചെയ്തത് മുതൽ കഴിഞ്ഞ ദിവസം 10-75 ദിവസമായി അതുവരെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി എന്ന് പറയുന്നത് അനുവാണ്. ഒരു ഗെയിം പോലും ജയിക്കുന്നില്ല. വളരെ തേർഡ് റേറ്റ് ആയിട്ടുള്ള വളരെ ചീപ്പ് കണ്ടന്റ് മാത്രം കൊടുത്തു നിൽക്കുന്ന ഒരു നിലവാരമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിൽ വെച്ചോണ്ടിരിക്കുന്നത്? തുടങ്ങുന്ന 40 വട്ടം പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ്, പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ ഓരോരുത്തരെ ഇറക്കി വിടുന്നത് നടത്തുന്നതെന്ന്. എന്നാൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് ആർക്കും തന്നെ ഒരു മനുഷ്യർക്ക് പോലും അനുവിനെ അവിടെ ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ സത്യം പറഞ്ഞ ഡോക്ടർ ബിന്നി അവിടെ നിന്ന് പോയത് ശരിക്കും വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഡോക്ടർ ബിന്നി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാനെ. അതുപോലെ ഷാനവാസ്കാരുടെ പ്രശ്നം വന്നപ്പോൾ ഡോക്ടർ ബിന്നി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ അവിടെ നിയന്ത്രിക്കപ്പെട്ടേനെ. ഞാൻ ഡോക്ടർ ബിന്നിയുടെ ആരാധികയല്ല, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ആരാധികയല്ല. പക്ഷെ എനിക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയുന്നു എന്നേ ഉള്ളൂ. ഡോക്ടർ ബിന്നിയുടെ ഒരു ക്യാരക്ടർ വെച്ചാണ് ഞാൻ പറയുന്നത്. അവര് ഷാനവാസിനെ ലേറ്റ് ആയിട്ടാണ് ബാത്റൂമിൽ പോയി അനുവദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് അവരോട് വിരോധം വന്നത്. അവർക്ക് നെഗറ്റീവായിട്ട് ഒരു കമന്റ് എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതല്ലാതെ അവർ പിന്നെ ക്യാമറ സ്പേസ് ഒരുപാട് കിട്ടാത്ത ഒരാളും കൂടെ ആയിരുന്നുകൊണ്ട് നമ്മൾ അവരെ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ വളരെ ആദിലെ എന്ന് പറഞ്ഞ ഒരു വലിയ കള്ളിയെ പുറത്തോട്ട് കൊണ്ടുവന്നതിൽ 100% പങ്കുവഹിച്ചത് തീർച്ചയായിട്ടും ഡോക്ടർ ബിന്നിയാണ്. പിന്നെ PR വർക്ക് എന്നുള്ള കാര്യം അനുവിന്റെ ആ ഒരു വലിയ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നതും ഡോക്ടർ ബിന്നിയാണ്. അവരെ പോലെ ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനുവിന്റെ ഈ കള്ളത്തിനും ലാലേട്ടനും മുമ്പിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ വരുമ്പോൾ അനുവിന്റെ ഒരു പ്രത്യേക അഭിനയവും താളവട്ടവും ഇല്ല കഥകളിയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു കുഴഞ്ഞാട്ടം കാണുമ്പോൾ എനിക്ക് അവരോട് കഴിഞ്ഞ സീസണിലെ ജാസ്മിനോട് നമുക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ ഇവരോട് നമുക്ക് തോന്നുന്നത് ഒരുമാതിരി അറപ്പാണ്.
അതുപോലുള്ള വെറുപ്പും ദേഷ്യമാണ് അനുവിനോട് തോന്നുന്നത്. ഈ കൊച്ചിനെയൊക്കെ എങ്ങനെ ഒരു മറ്റൊരു വീട്ടിൽ കല്യാണം കഴിച്ചുകൂടുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ആ വീട്ടുകാരെ കുറിച്ച്, കല്യാണം കഴിച്ച് കയറി ചെല്ലുന്ന വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ചെറുക്കനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത്രയും ചീപ്പ് കണ്ടന്റാണ് ആ കുട്ടി കൊടുക്കുന്നത്. അവരെ എന്തിനാ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്? ലാലേട്ടനോട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്. ലാലേട്ടൻ ഞങ്ങൾ പ്രേക്ഷകരുടെ വാക്കുകൾ മാനിക്കുന്നു എന്ന് പറയാം. ലാലേട്ടൻ പറയുന്നത് എനിക്ക് എന്റെ സ്പേസിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത് എന്റെ സ്പേസ് ആണെന്നൊക്കെ ഇന്നലെ കടന്ന് പറയുന്നത് കിട്ടും. എങ്കിലും ഞങ്ങൾ പറയും ലാലേട്ടന്റെ സ്പേസ് അനുസരിച്ച് അവരെ അവിടെ നിന്ന് പുറത്താക്കൂ. അതുപോലെ എനിക്ക് വേറൊരു കാര്യം കൂടെ ലാലേട്ടനോടായാലും ബിഗ് ബോസിനോടായാലും ഹംബിൾ റിക്വസ്റ്റ് ആണ്. വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ ഇതായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദില നൂറ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്, ഗേ, ലെസ്ബിയൻസ് എന്ന് പറഞ്ഞ ഇതേപോലുള്ള ഐറ്റംസിനെ ദയവ് ചെയ്ത് ഇനി ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവരരുത്. നിങ്ങൾ 30+ ആണ് ഈ ഷോ കാണുന്നവർ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്യുന്നു, ഓക്കെ, അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഒരു 9:30 ആകുമ്പോൾ കുട്ടികളും ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് ഈ ഷോ കാണുന്നത്. 7-8 വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഈ പരിപാടി കാണുന്നുണ്ട്. ഈ ആദിലെ നൂറയും ലിപ് ടു ലിപ്പ് കിസ് ചെയ്യുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്, കപ്പിളാണ്, കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തവണ അവര് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നത്, അങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ദിയാസാന ചെല്ലുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും സംഭവം. അതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യമല്ല, കോമഡി. അപ്പോ ഈ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ നമ്മൾ ഇവരെ എന്താണെന്ന് പറഞ്ഞാ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? പറയൂ. ഞങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കുന്ന സാധാരണക്കാരായ ഞങ്ങൾ മാതാപിതാക്കൾ ചോദിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഭയമുണ്ട്. ഈ ഒരു കാര്യം ഈ കുട്ടികളെ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഇവർ ഇന്ന ആൾക്കാരാണ്. ഇത് മനസ്സിലാക്കി വളരുന്ന കുഞ്ഞുങ്ങൾ ആ ഒരു തലത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് ഉറപ്പ്? ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ണിന് കൃഷ്ണൻമണി പോലെ നോക്കി വളർത്തുന്നു പറഞ്ഞാൽ അവർക്കൊരു ഭാവി ഉണ്ടായി, ഞങ്ങൾക്കൊരു താങ്ങും തണലും ആകും. അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ട് സന്തോഷിക്കാൻ വേണ്ടി, അല്ല ഇത്തരക്കാരെ പോലും മാറിപ്പോകാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം ജീവിതം തോന്നിയ വിധത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയ തന്റെ തള്ളി ഒരു നിമിഷം തള്ളി പറഞ്ഞു വരുന്ന ഇത്തരത്തിലുള്ള മൃഗങ്ങളെ, അങ്ങനെയും ഞാൻ പറയുള്ളൂ. ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ അത്രയും പോലും പറയുന്നില്ല. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് അവർ ചിലപ്പോൾ അവരുടെ ഒരു സ്ത്രൈണതയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന നെവിന് പോലും ചെറിയ സ്ത്രൈണത നമുക്കതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം അത് അവരുടെ ഭാഗമാണ്. പക്ഷെ ഈ ലെസ്ബിയൻസ്, ഗേ എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ലക്ഷ്മി പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പറഞ്ഞ ഒരു ഇന്റർവ്യൂ തന്നെ ചോദിക്കുന്നത്, ഒരു മൃഗത്തെ കല്യാണം കഴിച്ച് നമ്മൾ അത് നോർമലൈസ് ചെയ്യണോ, അംഗീകരിക്കണോ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഇതും. ദയവായിട്ട് ഇത്തരക്കാരെ ഈ ഷോയിൽ കൊണ്ടുവരരുത്. സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ മാതാപിതാക്കളുടെ ഒരു ഭയങ്കര ഒരു വിഷമാണത്. ഞങ്ങൾക്ക് ഈ ഷോ കാണുമ്പോൾ ഇത്തരക്കാർ വന്നിരിക്കുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ ചാനലിൽ കാണാൻ നടത്തണ്ട, എങ്കിലും പറഞ്ഞ കാര്യമുണ്ടോ? എല്ലാവർക്കും കാണാൻ വേണ്ടിയില്ലേ ഷോ നടത്തുന്നേ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. അപ്പൊ ഞങ്ങളുടെ സാധാരണക്കാരുടെ ഒരു വലിയ ഒരു വിഷമമാണ് ഞങ്ങൾ ഇപ്പൊ ഈ ബിഗ് ബോസ് ഷോയിൽ ഞാൻ എന്റെ ഒരു പ്രതികരണമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത്. ഇതിന്റെ പേരിൽ ആരും എന്നെ പൊങ്കാലെല്ലാം ചെയ്ത് കൊടുക്കുക, എന്റെ മാത്രം ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പിന്നെ അനു എന്നൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ചും തീർച്ചയായിട്ടും അതിനൊരു ഉടനടി ഒരു തീരുമാനം എടുക്കണം. എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെയും ബിഗ് ബോസിന്റെയും ഒരു ഉദ്ദേശം ആദിലെ നൂറുടെ അനുവിന്റെയും കൈ ഒരുമിച്ച് പൊക്കാനാണെന്നാ തോന്നുന്നേ. ആദിലേക്ക് അതിനകത്ത് കാണിച്ചത് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. നൂറ് മാത്രമാണ് ഈ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കുന്നത്. പിന്നെ ആദിലെ നൂറയുടെയും പേഴ്സണൽ കാര്യത്തിലൊന്നും നമ്മൾ കയറി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മൾ അംഗീകരിക്കുന്നുമില്ല, അവരെ അടുപ്പിക്കുന്നുമില്ല, അവരുടെ പരിസരത്തോട്ട് പോലും പോകുന്നില്ല, ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ഒരു ഗെയിമർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രമാണ് അവരെ കുറിച്ച് പറയുന്നത്. അതിനെ അവിടുന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഇവർ 3 പേര് മാത്രം എങ്ങനെ ഈ ഫൈനലൈസിൽ വന്നതെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് എത്തുമ്പോഴില്ല. എത്രയും നന്നായി കളിക്കുന്ന എത്രയോ നല്ല കണ്ടസ്റ്റൻസിനെയാണ് നിങ്ങൾ ആദ്യമേ ചവിട്ടി പുറത്താക്കിയത്. അത് ആലോചിക്കുമ്പോൾ ബിഗ് ബോസിനോട് ശരിക്കും പറഞ്ഞ ദേഷ്യമാണ് വരുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അനുവിനെ എത്രയും വേഗം അതിനകത്ത് നിന്ന് ഒഴിവാക്കൂ പ്ലീസ്. ഇതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അത്ര വെറുത്തു പോയി ആ കൊച്ചിനെ. സ്റ്റാർ മാജിക് കണ്ട ഒരു ശക്കലമെങ്കിലും താല്പര്യമുള്ള ഒരു കൊച്ചു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞാൽ. അവളുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാക്കിയപ്പോ എന്റെ പൊന്നമ്മച്ചി മതി, തിരുവനന്തപുരത്ത് ഭാഗത്തുനോട്ടേ കല്യാണാലോചനയ്ക്കൊന്നും എന്റെ ആങ്ങളമാരെ വിടുന്നില്ല. അതേപോലെ മതിയായി ആ കൊച്ചിനെ. അതുകൊണ്ടാണ്. നന്ദി, താങ്ക് യു.